കഴിഞ്ഞ ദിവസം ഒരു സഹോദരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം നാട്ടിൽ കോട്ടയത്ത് നിന്ന് അടുത്ത ഏതൊരു സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പും അതിലെ മെസ്സേജസും അതിലെ താഴെയുള്ള കമൻറ്റുകളെല്ലാം കണ്ടിട്ട് അങ്ങനെ റീച്ച് ഔട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു ഒരു ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത പോലെ സംസാരിക്കുന്നത് പോലെ തോന്നി. അതായത് സ്വന്തം ജീവിതത്തിനോട് ഒരു ഒരു വാല്യൂവും തോന്നാത്ത പോലെ, ഒരു വർത്തും അല്ലാത്ത പോലെ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കണത് എന്നുള്ള പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫോൺ ഉപയോഗിച്ചതുകൊണ്ട് ഒത്തിരി നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിരലുകളിലെ സന്ധികളിലെല്ലാം ഭയങ്കര വേദനയും നീർക്കെട്ടും ഒക്കെ ആയിട്ട് അതിൻ്റെ ചികിത്സയും കൂടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആണത്രേ ഒരു 1-2 വർഷത്തോളമായിട്ട്. അപ്പോൾ അദ്ദേഹം പറയാം, അദ്ദേഹത്തിനത് മാറ്റാൻ പറ്റാത്ത അത്രത്തോളം അതിലേക്ക് അഡിക്റ്റഡ് ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ വേദനയും ബുദ്ധിമുട്ടുകളായിട്ടും അദ്ദേഹത്തിനത് നിർത്താൻ പറ്റാത്ത അത്രയ്ക്കും ഒരു അഡിക്ഷൻ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത് വല്ലാണ്ട് ബാധിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി നോക്കിയപ്പോഴാണ് ഒരു ഡിജിറ്റൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. നമ്മുടെ ഈ തള്ളവിരലുകളുടെയും അതുപോലെ നമ്മുടെ ഈ വിരലുകൾക്കിടയിലുള്ള ഫോൺ നമ്മൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടും സ്ക്രോൾ ചെയ്യണത് കൊണ്ടും ആ അസ്ഥികൾക്ക് തേയ്മാനം വരുന്ന ഒരവസ്ഥയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായിപ്പോയി. കാരണം ഞാൻ കരുതിയത് എനിക്കൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് ഇത് ഉപയോഗിക്കണതുകൊണ്ട്. പിന്നെയാണ് മനസ്സിലായത് നമ്മളെക്കാളും എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് ഓരോ ആൾക്കാരും ഓരോ ദിവസവും സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും കഴിവില്ലായ്മകളെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഒരു കാലത്ത് അദ്ദേഹം വളരെ നല്ലൊരു കലാകാരനായിരുന്നു, ഒരു പെയിൻറ്റർ ആയിരുന്നു, നല്ല ചിത്രം വരക്കാരനായിരുന്നു. എന്നിട്ട് അദ്ദേഹം കുറേ ചിത്രങ്ങളെല്ലാം മുമ്പ് വരച്ചതെല്ലാം എനിക്ക് കാണിച്ചു തന്നു, അയച്ചു തന്നു. അപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി. എന്തൊരു അവസ്ഥയാണിത് അല്ലേ? അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ട് ഇൻസ്പയർഡായി ഇതിൽ കുറേ പേരിങ്ങനെ ഒക്കെ ഇതിൻ്റെ എല്ലാം ഉപയോഗം കുറയ്ക്കണമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്ന് പറയായിരുന്നു. അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങളിവിടെ എത്രയോ അകലെ ഇരുന്നിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങളിങ്ങനെ വീഡിയോ ഇട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതിലും വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നി, ഞങ്ങൾക്ക് ഇതേപോലെയുള്ള ഒത്തിരി ഒത്തിരി കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള മനുഷ്യന്മാർ എത്രയോ അധികമുണ്ട് ഈ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഗ്രൂപ്പിൽ തന്നെ എത്രയോ പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് നമുക്ക് എന്തുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ നല്ല കഥകളിനെ നല്ല കഴിവുകളിനെ, അതായത് മറ്റുള്ള ആൾക്കാരനെ ഇൻസ്പയറിങ് ആക്കാൻ സാധിക്കണ തരം കഥകളുള്ള ആൾക്കാരെ, ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ആൾക്കാർക്കും അങ്ങനത്തെ കഥകളുണ്ടെന്ന്. അത്തരം കഥകളിനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. ആർക്കെങ്കിലും ഞങ്ങൾ ഈ സംസാരിക്കണമല്ലോ അല്ലെങ്കിൽ ഇത് കേൾക്കണമല്ലോ ഒത്തിരി ഒത്തിരി നല്ല കഥകളുണ്ടെങ്കിൽ, ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, എല്ലാവരുടെ ഉള്ളിൽ എന്തെങ്കിലും കഥകളുണ്ടാവാം. അവരുടെ വന്ന വഴികളും, എല്ലാ മനുഷ്യന്മാരും ഒരു കഥ തന്നെയല്ലേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ അത്തരം നല്ല കഥകളും അത്തരം നല്ല അനുഭവങ്ങളുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കണം ഇൻസ്റ്റാഗ്രാമിൽ. യൂട്യൂബിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റയിലേക്ക് അയക്കാൻ പറയുന്നത്. ഒത്തിരി പേര് ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തു, ഞങ്ങൾ സംസാരിച്ചു. ഒത്തിരി പേര് ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നു കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞ പോലെ ഫോണിങ്ങനെ ഒത്തിരി സമയം അദ്ദേഹം പറയായിരുന്നു, ഒത്തിരി ഇങ്ങനെ ഫോൺ ഉപയോഗിക്കരുത്, അദ്ദേഹം കടന്നു പോകുന്നത് ഭയങ്കര വേദനയിൽ കൂടെയാണ്, ശരീരത്തിലുള്ള വേദനയും, പിന്നെ അതിന് വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, നമുക്ക് ഒന്നിച്ച് ജയിക്കാം, ഒന്നിച്ച് മുന്നേറാം. നിങ്ങളുടെ നല്ല കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഞങ്ങൾ അത്തരം കഥകൾ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി പ്രചോദനമാവാവുന്ന രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ലെറ്റസ് ഗ്രോ ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്, അതായത് 15-ാം തീയതി ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2 മണി തൊട്ട് 3 മണി വരെ ഞങ്ങളൊരു വെബിനാർ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് കാണണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സൂം വഴിയാണ് ചെയ്യണത്. കാരണം യൂട്യൂബിൽ
നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിനുള്ളൊരു സ്പേസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് സൂമിൽ ചെയ്യണത്. ഇപ്പോൾ തന്നെ ഒത്തിരി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി സ്പോട്ട് വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ആ ലിങ്ക് ഇടാം. ഒന്ന് ബുക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. നമുക്ക് കാണാം, സംസാരിക്കാം. താങ്ക് യു.